പണം ലാഭിക്കാൻ മാർവാടികളുടെ 5 സൂത്രങ്ങൾ. മാർവാടി സമൂഹം എങ്ങനെയാണ് ബിസിനസ്സിൽ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പഴയ ബിർളയും ബജാജ് മുതൽ ഇന്നത്തെ ഫ്ലിപ്കാർട്ട് വരെ ഇന്ത്യയിലെ പല ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് പിന്നിലും ഈ സമൂഹമുണ്ട്. ഒരിക്കലും ഭാഗ്യമല്ല, മറിച്ച് തലമുറകളായി അവർ കൈമാറി വരുന്ന സാമ്പത്തിക പാഠങ്ങൾ. പണം വെറുതെ കൂട്ടിവെക്കുകയല്ല, അത് വളർത്താനുള്ള കല അവർക്കറിയാം. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള മാർവാടികളുടെ 5 പ്രധാന സൂത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സൂത്രം ലാഭത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. മാർവാടികളുടെ ഒന്നാമത്തെ നിയമം ലളിതമാണ്. വരുമാനമല്ല, ലാഭമാണ് പ്രധാനം. ശമ്പളം കൂടുമ്പോൾ നമ്മൾ വലിയ വീടും കാറും സ്വപ്നം കാണുമ്പോൾ അവർ ഓരോ രൂപയുടെയും ചെലവ് കുറച്ച് എങ്ങനെ ലാഭം കൂട്ടാമെന്ന് ചിന്തിക്കുന്നു. പണം എന്നത് ആഘോഷിച്ച് തീർക്കാനുള്ള ഒന്നല്ല, മറിച്ച് വീണ്ടും നിക്ഷേപിച്ച് വളർത്താനുള്ള ഒരു വിത്താണ്. ഇതിലെ പണം എവിടെ നിക്ഷേപിച്ചാൽ ഇരട്ടിയാക്കാം എന്നാണ് ഒരു മാർവാടി ആദ്യം ചിന്തിക്കുക. ഇനി രണ്ടാമത്തെ സൂത്രം, ഓരോ വീടും ഒരു ബിസിനസ് സ്കൂൾ. മാർവാടി കുടുംബങ്ങളിൽ കുട്ടികൾ ജനിക്കുന്നത് മുതൽ ബിസിനസിന്റെ പാഠങ്ങൾ കേട്ടാണ് വളരുന്നത്. പണം എങ്ങനെ കൈകാര്യം ചെയ്യും അവർ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നു. ഒരു ബിസിനസ്സിൽ നഷ്ടം വന്നാൽ താങ്ങായി നിൽക്കാൻ അവരുടെ കൂട്ടുകുടുംബം ഉണ്ടാകും. പുതിയൊരെണ്ണം തുടങ്ങാൻ വേണ്ട പണവും ധൈര്യവും കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടും. ഓരോ മാർവാടി വീടും ഒരു ബിസിനസ് സ്കൂളായി പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ സൂത്രം, കണക്കുകളിൽ വിട്ടുവീഴ്ചയില്ല. പണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും മാർവാടികൾ തയ്യാറില്ല. ഓരോ രൂപയുടെയും വരവ് ചെലവ് കണക്കുകൾക്ക് അവർക്ക് കൃത്യമായ ധാരണയുണ്ടാകും. ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് എവിടെ നിന്ന് കടം കിട്ടും, ആ പണം കൊണ്ട് എങ്ങനെ ഏറ്റവും കൂടിയ ലാഭം ഉണ്ടാക്കാം എന്നതിൽ അവർ മിടുക്കരാണ്. ബിസിനസ് വളർത്താനല്ലാതെ സ്വന്തം ആഡംബരത്തിന് വേണ്ടി അവർ കടം വാങ്ങുന്നത് വളരെ അപൂർവമാണ്. കണക്കുകളിലെ ഈ സൂക്ഷ്മതയാണ് അവരുടെ ലാഭം ഉറപ്പാക്കുന്നത്. നാലാമത്തെ സൂത്രം എന്താണെന്ന് നോക്കാം. സമൂഹം ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഒറ്റക്ക് നിൽക്കുന്ന ഒരു മാർവാടിയെ കാണാൻ പ്രയാസമാണ്. അവരുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ സമൂഹം തന്നെയാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ അവർ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തന്നെ കുറഞ്ഞ പലിശയ്ക്ക് പണം സംഘടിപ്പിക്കും. അവർക്കിടയിൽ വാക്കിനാണ് ഏറ്റവും വലിയ വില. ഒരു പക്ഷേ എഴുതിയ കരാറിനേക്കാൾ ശക്തം. ഈ സാമൂഹിക ശൃംഖലയാണ് പുതിയ അവസരങ്ങൾ കണ്ടെത്താനും ഒരുമിച്ച് വളരാനും അവരെ സഹായിക്കുന്നത്. അഞ്ചാമത്തെ സൂത്രം, പണം ഒരിക്കലും ഉറങ്ങരുത്. മാർവാടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണിത്. പണം ഒരിക്കലും വെറുതെ ഇരിക്കരുത്, അത് എപ്പോഴും ജോലി ചെയ്യണം. കയ്യിൽ കിട്ടുന്ന പണം, ചെറിയ ലാഭം പോലും അവർ ഉടൻ തന്നെ മാറ്റി എവിടെയെങ്കിലും നിക്ഷേപിക്കും. അത് സ്വർണ്ണമോ ഓഹരികളോ പുതിയ ബിസിനസ്സോ ആകാം. ലക്ഷ്യം ഒന്ന് മാത്രം, പണം വളർന്നുകൊണ്ടേയിരിക്കണം. കാലത്തിനനുസരിച്ച് മാറാനും പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ 5 സൂത്രങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ സാമ്പത്തിക പാഠങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മാർവാടികൾ ഈ തന്ത്രങ്ങൾ ഒരു ജീവിത രീതിയാണ്. സാമ്പത്തിക അച്ചടക്കം, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക വിശ്വാസം, വളർച്ചയോടുള്ള അടങ്ങാത്ത ആഗ്രഹം എന്നിവയാണ് അവരുടെ വിജയരഹസ്യം. ഈ പാഠങ്ങളിൽ ഒന്നെങ്കിലും ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഭാവിയെ അത് തീർച്ചയായും മാറ്റിമറിക്കും. മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറുകൾക്കും ഐഡിയകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിറ്റ് സ്റ്റാർട്ട് പാക്ക് നിങ്ങളുടെ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഒരു ഉത്തമ വഴികാട്ടി.